വിലയ്ക്ക് വാങ്ങാവുന്നതല്ല സ്വസ്ഥത. 49 സങ്കീർത്തനം 1 മുതൽ 12 വരെ. ധ്യാനത്തിനായിട്ട് 6 വാക്യം. അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ ഉല്ലാസ ജീവിത സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബിനിക്ക് രാത്രിയിൽ നിർഭയം കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല എന്ന് അവർ ഒരിക്കൽ പറയുകയുണ്ടായി. അവരുടെ നിക്ഷേപങ്ങൾ പൂട്ടിവെച്ചിരിക്കുന്ന സേഫിൻ്റെ താക്കോൽ തലയിണ കീഴിൽ ഇരിപ്പുണ്ടോ എന്ന് കൂടെ തപ്പി നോക്കും. കതവുകളെല്ലാം അടച്ചിട്ടുണ്ടോ എന്ന് 4-5 വട്ടം എഴുന്നേറ്റ് നോക്കിയാലും സംശയം തീരുകയില്ല. ഉറങ്ങാതെ കിടക്കുമ്പോൾ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകും. മക്കളെക്കുറിച്ചും ബിസിനസ് പ്രമാണിച്ച് വിദേശ പര്യടനത്തിന് പോയിരിക്കുന്ന ഭർത്താവിനെക്കുറിച്ചുമുള്ള ചിന്ത അവരുടെ ഭയത്തിൻ്റെ ആക്കം കൂട്ടുന്നു. ഇരുളിനെ ഭയം, ഇരുളിൻ്റെ സന്തതികളായ മോഷ്ടാക്കളെയും ഭയം ഭയത്തെ ജനിപ്പിക്കുന്നു. ധനം കൂട്ടിവയ്ക്കുന്ന ചിലരുടെ ദുർഗതിയാണിത്. ധനം മാത്രമല്ല, സാമൂഹികമായ ഉന്നത സ്ഥാനമാനങ്ങളും അധികാരങ്ങളും കൊണ്ടു നടക്കാൻ ഭാരമുള്ളവയാണ്. സമ്പന്ന രാജ്യങ്ങളിലെ ദുരവസ്ഥ നമ്മുടെ നാട്ടിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ധനത്തിനല്ല, ധനം വരുത്തിവെക്കുന്ന വിനകളെ അതിജീവിക്കുവാനുള്ള ആത്മീയ ശക്തിക്കാണ് പഞ്ഞം. മാനസികമായ അസ്വസ്ഥതയ്ക്ക് തെല്ലൊരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി ചിലർ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നു. പണം കൊടുത്തു വാങ്ങാവുന്നതാണ് സ്വസ്ഥത എങ്കിൽ സമ്പന്ന ഗൃഹങ്ങൾ ശാന്തിയുടെ കേളിരംഗമായിരുന്നു. ധനം കൊണ്ട് ഭയത്തിൽ നിന്ന് മോചനം നേടുവാൻ സാധ്യമല്ല. ടോൾസ്റ്റോയുടെ ഒരു കഥയിൽ യഥാർത്ഥമായ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തിയ വൃദ്ധ ദമ്പതികളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഏലിയാസും ഭാര്യ ഷിമോഗയും അയൽക്കാരനായ മുഹമ്മദിൻ്റെ കൃഷിപ്പണിയിലും ഗൃഹജോലിയിലും സഹായിച്ചു വന്നു. ഒരിക്കൽ മുഹമ്മദിൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ സൽക്കരിക്കാൻ ഒരു സദ്യ ഒരുക്കണമെന്ന് മുഹമ്മദ് ഏലിയാസിനോട് ആവശ്യപ്പെട്ടു. അയാൾ ഏറ്റവും സ്വാദിഷ്ടമായ സദ്യ ഒരുക്കി. സദ്യവട്ടങ്ങൾ അതിഥികൾക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിലെ കടന്നുപോയ ഏലിയാസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആ വൃദ്ധനാണ് ഈ വിഭവങ്ങൾ തയ്യാറാക്കിയത് എന്ന് മുഹമ്മദ് പറഞ്ഞു. പാവം വലിയ ധനികനായിരുന്നു. കഷ്ടകാലം വന്നുകൂടി, എല്ലാം നശിച്ചു. ഇപ്പോൾ അയാളും ഭാര്യയും എൻ്റെ വീട്ടിൽ വേല ചെയ്ത് ജീവിക്കുകയാണ്, മുഹമ്മദ് തുടർന്ന് പറഞ്ഞു. അതിഥികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് മുഹമ്മദ് ഏലിയാസിനെയും ഷിമോഗയെയും വിളിപ്പിച്ചു. നിങ്ങളുടെ ഐശ്വര്യകാല ജീവിതത്തെപ്പറ്റിയും പിന്നീടുണ്ടായ കഷ്ടകാലത്തെപ്പറ്റിയും ഓർക്കുമ്പോൾ വിഷമമില്ലേ? അതിഥികളിൽ ഒരാൾ ചോദിച്ചു. ഷിമോഗയോട് ചോദിക്കൂ, അവളെല്ലാം തുറന്നു പറയും, ഏലിയാസ് പറഞ്ഞു. ഷിമോഗ അവരുടെ പൂർവ്വകഥ വിവരിച്ചു. ഞങ്ങൾ 50 കൊല്ലത്തോളം ധനസമ്പാദനത്തിനു വേണ്ടി അത്യധ്വാനം ചെയ്തു. പക്ഷെ അന്ന് ഞങ്ങൾക്കൊരു സമാധാനവും ഇല്ലായിരുന്നു. രാത്രിയിൽ കിടന്നാൽ ഉറക്കമില്ല. 2-3 വട്ടം എഴുന്നേറ്റ് കന്നുകാലികളെയും കുതിരകളെയും നോക്കണം. ദൈവത്തെ വിളിക്കുവാനും നേരമുണ്ടായിരുന്നില്ല. ഒരു നിമിഷം പോലും സ്വസ്ഥചിത്തരായിരുന്നിട്ടില്ല. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് സമാധാനമായി കിടന്നുറങ്ങാം. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ന് ഞങ്ങൾക്ക് തികഞ്ഞ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. നിർധനരെങ്കിലും കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്നതിനുള്ള ആനന്ദം ഏലിയാസ് കണ്ടെത്തി. കഷ്ടതയോ ദാരിദ്ര്യമോ നേരിടേണ്ടി വന്നാലും ദൈവത്തോടു കൂടി ജീവിക്കുകയും സംതൃപ്തിയോടുകൂടി അധ്വാനിക്കുകയും ചെയ്യുന്നവരെ സന്തോഷം എതിരേൽക്കും. ഓർക്കണമേ, മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളത് പ്രകൃതിയിലുണ്ട്, അത്യാഗ്രഹത്തിനുള്ളത് ഇല്ലതാനും. 49 സങ്കീർത്തനം 10 വാക്യം. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടയച്ച് പോകുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.